നമസ്കാരം. അല്ലു ഫാമിലി അമ്മയും മക്കളും എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ചീര ഇതേപോലെ നല്ല കരുത്തോടെ ആരോഗ്യത്തോടെ കേടൊന്നുമില്ലാതെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഒരുപാട് സാധനം ഒന്നും ആവശ്യമില്ല. വെറും 2 സാധനം വെച്ചാണ് നമ്മൾ ഈ ഒരു കരുത്തുള്ള ചീരയെ വളർത്തിയെടുത്തിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പൊ അതിനാദ്യം വേണ്ടത് ഇതുപോലെ ഒരു പാത്രമാണ്. അതിലേക്ക് നമുക്ക് ഇനി അടുത്തത് ഇടാനുള്ളത് പുകയിലയാണ്. ഇതേപോലെ നമ്മൾ പുകയില കഷായം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അതേ പുകയില തന്നെയാണ്. അത് ചെറിയതായിട്ട് നമുക്ക് അരിഞ്ഞ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കത്രിക കൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാത്രം എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രം എടുക്കാതെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന, അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള പാത്രങ്ങൾ എടുത്ത് ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രമാണെങ്കിൽ ഇതിലെ ഈ പുകയിലയുടെ സ്മെല്ല് കുറച്ച് ദിവസം ഇങ്ങനെ തങ്ങി നിൽക്കും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് അടുത്തത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം തന്നെയാണ്. 3/4 ഭാഗത്തോളം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ചൂടാക്കാനായിട്ട് ഗ്യാസിലേക്ക് വെക്കാം. ഒരുപാട് തിളച്ച് വറ്റേണ്ട കാര്യമൊന്നുമില്ല. നല്ലതുപോലെ 1-2 പ്രാവശ്യം തിളച്ചാൽ മതി. തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെച്ച് തണുപ്പിച്ച് എടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിനി വെളുത്തുള്ളിയാണ് അടുത്തത് വേണ്ടത്. വെളുത്തുള്ളി ഇതേപോലെ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ച് എടുക്കാം. ഇതേപോലെ നല്ല മഷി പോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഇതേപോലെ അടിഞ്ഞു വരാനായിട്ട് വെള്ളം കുറവാണെന്ന് തോന്നണമെങ്കിൽ പച്ചവെള്ളം ഒഴിക്കണ്ട. നമ്മൾ നേരത്തെ തിളപ്പിച്ച പുകയിലയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ അത് ഏകദേശം തണുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ ഒഴിച്ച് നമുക്ക് അത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളെ പുകയില നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കാം. അതിൻ്റെ ചാറൊക്കെ മൊത്തത്തിലൊന്ന് പിഴിഞ്ഞ് നമുക്ക് എടുക്കാം. നല്ലതുപോലെ കൈയിട്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഇതിൻ്റെ ചാറൊക്കെ മുഴുവനായിട്ട് നമ്മുടെ ഈ വെള്ളത്തിൽ ഇനി പോരണം. അപ്പോൾ ആ രീതിക്ക് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. പിഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാടൊന്നും അതിൽ ഇല്ല. കാരണം നല്ലപോലെ തിളച്ച് അതിൻ്റെ സത്തെല്ലാം ആ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നമ്മൾ അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞൊന്നും അല്ല അടിക്കണം. മുഴുവനോടെ വേണം ഇട്ട് അടിക്കാൻ. തൊലിയൊന്നും ഇളക്കാതെ അല്ലികളായിട്ട് ഇളക്കിയെടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണിത്. അപ്പോൾ അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ എന്തായാലും അതിൽ ചെറിയ ചെറിയ നാരുകളൊക്കെ കാണും. അതുകൊണ്ട് നമുക്ക് അരിപ്പിൽ അരിച്ച് എടുക്കാം. ഈ ഒരു പുകയിലയുടെ സത്തും വെളുത്തുള്ളി മിശ്രിതവും കൂടെ ചേർത്ത ഈ ഒരു നമ്മുടെ ഒരു കീടനാശിനി നമുക്ക് അരിപ്പിൽ നന്നായിട്ട് അരിച്ചെടുക്കുക. അതിൻ്റെ ആ നാരുകളെല്ലാം മാറി നല്ല വെള്ളം പോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ നമ്മൾ ഇതേപോലെ അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം വെളുത്തുള്ളിയുടെ ആ ഒരു ഇത് നമ്മൾ അരിപ്പിൽ കൈവച്ച് തന്നെ നന്നായിട്ട് പിഴിഞ്ഞ് അതിനകത്തേക്ക് ഇറക്കുക. ഇതേപോലെ നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ സത്തെല്ലാം അതിലേക്ക് ഇറക്കുക. അപ്പോൾ നമ്മുടെ ഈ പുകയില വെള്ളം നല്ലതുപോലെ ഒരു നാര ഒന്നുമില്ലാതെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നല്ലതുപോലെ തറയിൽ പോവാതെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ജൈവ കീടനാശിനി ഉറപ്പായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം.
നമ്മൾ നടുന്ന ചീരകളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇലപുള്ളി രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലപുള്ളി രോഗമൊക്കെ മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റാണിത്. രോഗം വന്നതിന് ശേഷം നമ്മൾ എന്ത് പ്രയോഗിച്ചിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് വേണ്ടത് നമ്മൾ ഇങ്ങനെയുള്ള കീടനാശിനികളൊക്കെ, ജൈവ കീടനാശിനികളൊക്കെ നമ്മൾ സ്വയമേ തന്നെ നിർമ്മിച്ച് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചീര ഇത് ഞാൻ ഗ്രോ ബാഗിലാണ് പാകിയത്. ഇത് പറിച്ച് മാറ്റി നട്ടതൊന്നുമല്ല. ഞാൻ ഗ്രോ ബാഗിൽ സവാള നട്ടിരുന്നതാണ്. അപ്പോൾ ആ സവാളയുടെ കൂടെ കുറച്ച് വിത്തിട്ടതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ അത് വളർന്നു വന്നു. പിന്നെ അതിനുശേഷം ഇതിൽ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രയോഗിച്ച ഒരു ജൈവ കീടനാശിനിയാണ് ഇപ്പോൾ അതാ ഈ തളിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ഇത് ആഴ്ചയിൽ 2-3 ദിവസം നിങ്ങൾക്ക് ചീരകളിൽ തളിച്ചു കൊടുക്കാം, ഇലകളിൽ തളിച്ചു കൊടുക്കാം. നമുക്ക് ഈ ചീരകളിൽ ഉണ്ടാവുന്ന ഇലപൊള്ളി രോഗം, ഇല ഒരുമാതിരി കുരുടിച്ചണക്ക് നിൽക്കുന്നത്, അതെല്ലാം മാറാൻ ഇത് വളരെ ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു മരുന്ന് ജൈവ കീടനാശിനി നിർമ്മിച്ച് ഉപയോഗിക്കണം. ആഴ്ചയിൽ 3 പ്രാവശ്യം വീതം നമ്മുടെ ചീരകളിലെ ഇലകളിൽ ഇത് തളിച്ചു കൊടുത്താൽ ഉറപ്പായും ഇതേപോലെ നല്ല ആരോഗ്യത്തോടു കൂടി നമ്മുടെ ചീരകൾ വളരുകയും ഒരു കീടബാധയും ഇല്ലാതെ നല്ലതുപോലെ തന്നെ ഉന്മേഷത്തോടെ നല്ല ആരോഗ്യവാനായി തന്നെ ഇതേപോലെ വളരുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് പരീക്ഷിക്കുക, വിജയിക്കുക.